തുഷാര വധക്കേസ് മനുഷ്യ മനസാക്ഷിയെ നടുക്കിയ ക്രൂര കൊലപാതകം. സ്ത്രീധനത്തിന്റെ പേരിൽ വിവാഹം കഴിഞ്ഞ 5 വർഷത്തിന് ശേഷം വധുവിനെ പട്ടിണിക്കിട്ട് അതിക്രൂരമായി കൊലപ്പെടുത്തിയ തുഷാര വധക്കേസ് രാജ്യത്തെ തന്നെ ഏറ്റവും ക്രൂരമായ സ്ത്രീധന പീഡന കൊലപാതകങ്ങളിൽ ഒന്നാണ്. 2013 തുഷാരയുടെയും ചന്തുലാലിന്റെയും വിവാഹം. സ്ത്രീധനത്തിന്റെ പേരിൽ 3-ാം മാസം മുതൽ തുഷാരയെയും കുടുംബത്തെയും ഭർത്താവും അമ്മയും ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ചിരുന്നു. ആ പീഡനം അവസാനിച്ചതാകട്ടെ തുഷാരയുടെ മരണത്തിലും. സ്ത്രീധന പീഡനത്തിന്റെ ഭാഗമായി വീട്ടിലെ മുറിയിൽ അടച്ചിട്ടിരുന്ന തുഷാരയെ സ്വന്തം മക്കളെ കാണാൻ പോലും ഭർത്താവും ഭർത്തൃമാതാവും അനുവദിച്ചിരുന്നില്ല. പഞ്ചസാര വെള്ളവും കുതിർത്തരിയും മാത്രമാണ് തുഷാരയ്ക്ക് നൽകിയിരുന്നത്. 2019 മാർച്ച് 21 രാത്രിയിൽ തുഷാര മരിച്ചതായി പിതാവിനെ പ്രദേശത്തെ ഒരു ഓട്ടോ ഡ്രൈവർ അറിയിക്കുകയായിരുന്നു. മൃതദേഹം തിരിച്ചറിയാൻ കൊല്ലം ജില്ലാ ആശുപത്രിയിലെത്തിയ തുഷാരയുടെ പിതാവും മറ്റു ബന്ധുക്കളും മൃതദേഹം കണ്ട് തകർന്നുപോയി. ദീർഘകാലം ഭക്ഷണം കഴിക്കാതെ ശോഷിച്ച തുഷാര മരിക്കുമ്പോഴുള്ള തൂക്കം കേവലം 21 കിലോ ആയിരുന്നു. 27 വയസ്സുള്ള പെൺകുട്ടിയുടെ ഭാരമാണിതെന്ന് പ്രേക്ഷകർ ഓർക്കണം. ആമാശയത്തിൽ ഭക്ഷണ വസ്തുവിന്റെ അംശമില്ലായിരുന്നു എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തെളിഞ്ഞു. തൊലി എല്ലിനോട് ചേർന്ന് മാംസമില്ലാത്ത നിലയിലായിരുന്നു. വയറൊട്ടി വാരിയല് തെളിഞ്ഞ് നട്ടലിനോട് ചേർന്നിരുന്നു. രോഗിയായ തുഷാര ഭക്ഷണം കഴിക്കാൻ തയ്യാറായിരുന്നില്ലെന്നാണ് ഭർത്താവ് പോലീസിനോട് പറഞ്ഞത്. എന്നാൽ ഈ മൊഴി പോലീസ് വിശ്വാസത്തിലെടുത്തിരുന്നില്ല. ശാസ്ത്രീയ തെളിവുകൾക്കപ്പുറം കേസിൽ നിർണായകമായത് തുഷാരയുടെ 3.5 വയസ്സുള്ള കുഞ്ഞിൻ്റെയും അധ്യാപികയുടെയും മൊഴികളായിരുന്നു. പിന്നീട് പോലീസ് അന്വേഷണത്തിൽ തുഷാരയുടേത് സ്ത്രീധന പീഡനത്തെ തുടർന്ന് പട്ടിണിക്കിട്ടുള്ള കൊലപാതകമെന്ന് പോലീസ് കണ്ടെത്തുകയും ഭർത്താവും ഭർത്തൃമാതാവും കുറ്റക്കാരാണെന്ന് അന്വേഷണ സംഘം കണ്ടെത്തുകയും ചെയ്തു.